ഹായ് കൂട്ടുകാരെ, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് 9 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിൽ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ്, അതായത് ഡിഷ് വാഷ് ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നത്. നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റാണ് നമ്മൾ വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 9 ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു രണ്ട് 3 ലിറ്റർ ഒരു 3 ലിറ്റർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു റേറ്റ് തന്നെ ആവത്തുള്ളൂ. നമുക്കൊരു 9 ലിറ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായി വെളുപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വരുന്ന കിറ്റാണ് കേട്ടോ ഇത് ആദ്യം നമ്മൾ നല്ലൊരു ബക്കറ്റാണ് വേണ്ടത്. ബക്കറ്റ് നല്ല വൃത്തിയുള്ള ബക്കറ്റ് തന്നെ എടുക്കണം. നമ്മൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഷ് വാഷ്, കംഫർട്ട്, ഹാർപ്പിക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളൊരു പ്രത്യേക ബക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കുപ്പിയാണ്, 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് നമ്മൾ അളവിന് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 9 ലിറ്റർ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അളന്ന് തന്നെ എടുക്കണം. കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷെ കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു കട്ടിയും കാര്യങ്ങളും നമുക്ക് ആ ലിക്വിഡിന് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനായിരുന്നാലും നമ്മളപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും കട്ടിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ കുറേ കൂടെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മൾ 9 ലിറ്ററാണ് മിനിമം വേണ്ടത്. നമ്മളിതിനകത്ത് 9 ലിറ്റർ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു പാക്കറ്റിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു തരിതരിപ്പുള്ള ഒരു പൊടി നമ്മൾ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റാണ് ഇത്. നമ്മൾ ഇതിനകത്തോട്ട്, അതായത് ഉപ്പ് പോലത്തുള്ള പദാർത്ഥവും മണവും കളറും നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമ്മളുള്ളത് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക. തട്ടിയിട്ട് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ 5 മിനിറ്റ്, ഒരു 5 to 10 മിനിറ്റിന് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് അലിയാൻ വേണ്ടിയിട്ട്. അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതും നമ്മൾ പറയാം, സ്റ്റീലിൻ്റെ സ്പൂണുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനത്തെ തടിക്കഷ്ണോ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കമ്പായിരുന്നാലും മതി കേട്ടോ. വൃത്തിയുള്ള ഒരു കമ്പ് എടുത്താലും മതി. അപ്പോൾ ഞാനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു തവി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ ഫുള്ള് നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട്. ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ആ കുപ്പിയിലൊരു സ്ലറി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊരു അരമണിക്കൂർ നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ച ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാത്തിനും കൂടെ വെള്ളവും ആ ഒരു സ്ലറി എല്ലാം കൂടെ മിക്സ് ആവും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുപ്പിക്കകത്തിരിക്കുന്നതാണ്. നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിത് മൊബൈലിൽ കൂടെ പിടിക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടായതുകൊണ്ടാണ് കേട്ടോ. മൊത്തം ഒഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാനിതിന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയും, ഈ ഒരു കുപ്പിയിൽ ഒഴിക്കുന്ന സാധനം നമ്മുടെ എവിടെയെങ്കിലും കരി പിടിച്ചിട്ടുള്ള കലങ്ങളോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച് എത്ര തേച്ചിട്ടും ഇളകുന്നില്ലെങ്കിൽ ഈ ഒരു കുപ്പിയിലുള്ളൊരു സാധനം ഇച്ചിരി എടുത്ത് നമ്മൾ ആ ഒരു സൈഡിൽ തേക്കുവാണെങ്കിൽ നല്ല പോലെ അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. അതായത് നമുക്ക് അഴുക്ക് പോകാനും പതയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പിയിലിരിക്കുന്ന സാധനം നമ്മൾ ഒഴിക്കുന്നത്. നല്ല രീതിക്ക്, അതായത് ഈ സെപ്പറേറ്റ്, അതായത് ഈ കുപ്പിയിലിരിക്കുന്ന മാത്രം നമ്മൾ ഒഴിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് അഴുക്കും പോകും. അതുപോലെ കരി പിടിച്ച പാത്രങ്ങളാണെങ്കിൽ കരിക്കലൊക്കെ സൂപ്പറായിട്ട് അഴുക്ക് പോകും കേട്ടോ. അതുപോലെയാണ് അത് മാത്രമായിട്ട്. അപ്പം നമ്മളിതൊരു അത്യാവശ്യം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കഴിഞ്ഞ ശേഷം അതിനകത്തൊരു ഉപ്പ് പോലത്തൊരു പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഇതിനകത്തോട്ട് തട്ടി ഇളക്കി കൊടുക്കുക. നമ്മൾ അത് കഴിഞ്ഞ ശേഷം നിറം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പൊടി ഇടുമ്പോഴേക്കും, അതായത് ഉപ്പ് പോലത്തെ ഇരിക്കുന്ന പൊടി ഇടുമ്പോഴേക്കും അത്യാവശ്യം നല്ല കുറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇച്ചിരി ലൂസ് പോലെ ഇരിക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് കുറുകാനും വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലതാണ്, നല്ല രീതിക്ക് മിക്സ് ആക്കണം. കാരണം ആ തരിതരിപ്പ് കിടക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്ത ശേഷം ആ ഒരു കളറും കൂടെ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് പിന്നെ ഒരു 2 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2 ദിവസം മസ്റ്റാണ്. 48 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം
ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഉപയോഗിക്കാൻ എടുക്കുന്നതിന് മുമ്പിട്ട് ഒരു കാര്യം കൂടെ, നമ്മൾ നിറവും ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുക്കാം. അതായത് കുപ്പിയിലാക്കാൻ സമയത്തിന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകുമെന്ന്, ഇതാ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് കുപ്പികളിലൊക്കെ ആക്കി 1 ലിറ്ററിൻ്റെ കുപ്പിയിലോ 5 ലിറ്ററിൻ്റെ കുപ്പിയിലോ എത്ര 10 ലിറ്ററിൻ്റെ കുപ്പിയിലൊക്കെ ആക്കി നമ്മൾ വെച്ചേക്കുവാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള കിട്ടും. ഈ കളറും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഡിഷ് വാഷിൻ്റെ കളർ വരും കേട്ടോ. ഡിഷ് വാഷിൻ്റെ ആ ഒരു കറക്റ്റ് കളർ തന്നെ മഞ്ഞ കളർ നമുക്ക് കിട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പൊടിയോ കാര്യങ്ങളോ ഒന്നും വീഴാത്ത ഒരു അടപ്പ് എടുത്ത് അടച്ച്, ബക്കറ്റിന് അടപ്പുണ്ടെങ്കിൽ അങ്ങനെ അടച്ച് വെച്ചാലും മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് മാറ്റി നിർത്തിയിട്ട് ഉണ്ടാക്കുക. ഇവിടെ വീട്ടിൽ മക്കളുണ്ട്, അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം ഇതൊക്കെ കെമിക്കൽ സാധനങ്ങളാണ്. അപ്പോൾ അവർക്കത് ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും മാസ്ക് നിർബന്ധമാണ്. അതിൻ്റെ വല്ലാത്ത സ്മെല്ലൊക്കെ നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാസ്കും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇനി നമ്മൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം ഞാനത് മണം ചേർത്ത് അതായത് മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതല്ല, താഴെ കിടക്കുന്നതാണ് മണം. അത്രയും മണം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കുപ്പിയിലോട്ട് ആക്കിയാൽ മതി. ഇത് ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത ശേഷം മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുപ്പിയിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് ഓരോ പാക്കറ്റിൽ ചെറിയ കുപ്പിയിലായിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.